ഒരു മിനിറ്റ്. Hi guys, it's me കൊച്ചി റൈഡർ. ഇന്ന് ഒരു പ്രത്യേക ദിവസം ഉണ്ടോ, 29th ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണേ കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. സോ ഇന്ന് നമ്മുടെ ജയ്ബ്രോയും നമ്മുടെ മീരാമയും എയ്തനൊക്കെ ആയിട്ട് നൈസായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഗൈസ്. ചെറിയൊരു റൈഡിങ് വീഡിയോ ഉണ്ടാ, അതായത് ബർത്ത്ഡേ റൈഡാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് എത്തിക്കുന്നത്. ബർത്ത്ഡേ റൈഡ് നിങ്ങൾ വിഷ് ചെയ്തില്ല എന്ന് വെച്ച് ടെൻഷനൊന്നും അടിക്കണ്ട, കമൻസിൽ വിഷ് ചെയ്യട്ടാ. 29 ഡിസംബർ ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അവർ ബാക്കിലിരിക്കണടാ. എൻ്റെ വീടിരിക്കണ പള്ളുരുത്തിയിലാണ്. പള്ളുരുത്തി നമ്പ്യാപുരം റോട്ടിൽ കൂടിയാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ ഏത് പള്ളിയിലേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേളാങ്കണ്ണി ചർച്ചുണ്ട്, അതായത് നമ്മുടെ കണ്ടക്കട കഴിഞ്ഞിട്ട്. ഞാനൊരു വേളാങ്കണ്ണി മാതാ ഫാനാണ്, മേടിക്കണില്ലേ നമ്മുടെ വേളാങ്കണ്ണി മാത. സോ വേളാങ്കണ്ണി മാതാൻ്റെ അടുത്ത് പോയി ഒന്ന് നേർച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. ജസ്റ്റ് ഒരു റൈഡിങ് വീഡിയോ മാത്രം ഉണ്ടത്. അതായത് എൻ്റെ അടുത്ത് കുറേ പേര് ആവശ്യപ്പെട്ടായിരുന്നു, ബ്രോ പവർ ഡ്രൈവ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ചെയ്ത് നോക്കണേണ്ട ഗൈസ്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നോക്കാം. ഇതുസേ ബാക്കിലെ ഇതുസ് ഇരിക്കണ്ട. കറക്റ്റ് ഗ്യാപ്പായിരുന്നത്, അല്ലെങ്കിൽ നല്ല ആട്ടൻ കുഴിയിലേക്ക് വീണാണ്. നമുക്ക് നമ്മുടെ ടാക്സി പെർമിറ്റ് വണ്ടി ആയതുകൊണ്ട് 80 കിലോമീറ്റർ മേളിലേക്ക് കയറ്റാൻ പറ്റട്ടാ. ഒരു നണ്ട് കൊണ്ട് റോട്ടിൽ കൂടി അതിപ്പോൾ ആ ഓട്ടോറിക്ഷ കയറും. ഇവിടെ മീൻ കച്ചവടങ്ങൾ ഉള്ള സ്ഥലമാണ്, കെട്ടുകളൊക്കെയാണ്. നൈസ് വ്യൂ പോയിന്റ് ആണ് ഞങ്ങൾ പള്ളുരുത്തിക്കാരുടെ.
കളത്തറ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിലുണ്ടാവും. ഈ റോഡ് നല്ല റോഡാണ്ട. പിള്ളേര് പോകുമ്പോ ഞാൻ ഹോൺ അടിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അടിക്കും മട്ടൻ കാരണം. സ്റ്റിയറിംഗ് ഇത്തിരി ടൈറ്റായിട്ട് തോന്നുന്നു. ആൽഡ്രിയ മോള് ബിലീവർ ആൽഡ്രിയ മോള് വട്ടം ചാടിയിട്ടാ. എന്താണത്? വൈപ്പറിന്റെ പണിക്കുറ്റം കഴിഞ്ഞെന്നോ ആണോ? ചെറിയ ഷെയ്ഡ് പോലെ വന്നുണ്ട്. എന്താ നീ പറയണത്? സ്ട്രെച്ച് റോഡാണ്, നേരെ ആലപ്പുഴ ട്രിവാൻഡ്രം വരെ നമുക്ക് പോകാൻ പറ്റും. തീരദേശ വഴിയാണ്, ചെല്ലാനം വഴി. ചെറിയ കടവ്. പള്ളിയിലൊക്കെ നല്ല തിരക്കാണ്ട. പള്ളിയിലൊക്കെ കഴിഞ്ഞെന്നോ.
കണ്ണമാലി പോലീസ് സ്റ്റേഷൻ. സൈഡ് കുറേ പള്ളിയാണ് കേട്ടോ. നെക്സ്റ്റ് കണ്ണമാലി പള്ളിയാണ്, ഫേമസ് കണ്ണമാലി ചർച്ച്. ചർച്ച് കഴിഞ്ഞിട്ടോ. പുത്തൻതോട് ഒരു ബീച്ച് ഉണ്ട് കേട്ടോടാ, നൈസാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇടക്കിടക്ക് ഇങ്ങനെ ഡ്രൈവിംഗ് വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ലേലം പുളി നടക്കൂടെ, എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കണ മീൻ ഇങ്ങനെ നിരത്തിയിട്ടേക്കണ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. ഞാൻ ഇറങ്ങി കാണിക്കാനുള്ള കാരണം പള്ളിയിലേക്ക് പോകണോണ്ടേ. മോശം
കളി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആൾക്കാർ ചാക്കിലിങ്ങനെ മേടിച്ചിട്ട് പോകും. നല്ല നല്ല മീനുകളുണ്ടാവും അവിടെ. ഫ്രഷ് മീൻ, നെയ്മീൻ, ചാള ഉണ്ടാവില്ല കേട്ടോ. ആ സൈഡ് ബീച്ചാണ് കേട്ടോ. ബീച്ചല്ല, കടലാണ്. ബീച്ച് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റിയ സ്ഥലം അപ്പുറത്തോത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ. പക്ഷെ ഇപ്പോൾ ഇവിടെ കുറച്ച് വൈകുന്നേരമൊക്കെ വന്നിരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം സെറ്റാക്കിയിട്ടാണ് കേട്ടോ. നൈസാണ്. അപ്പം നമ്മൾ പോണ പള്ളിയുടെ സൈഡിലും കടലാണ്. സ്ഥലമെത്തി. മഴ പെയ്തല്ലേ, സ്റ്റാറൊക്കെ പോയി. ഏയ് ബ്രോ, ഓൾ സ്റ്റാർ പോവാണ്. സകലതും ഇളകിപ്പോയി വണ്ടി. അങ്ങനെ ഫൈനലി നമ്മൾ മാതാവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മാതാവിൻ്റെ അടുത്ത് ഈ കൊല്ലമെങ്കിലും ഒന്ന് ക്ലച്ച് പിടിപ്പിക്കണേ ഒന്ന് പറയാനുണ്ട്. കുറച്ച് കഥകൾ പറയാനുണ്ട് മാതാവിൻ്റെ അടുത്ത്. എല്ലാം പറഞ്ഞിട്ട് പറയട്ടെ ഗൈസ്. വേളാങ്കണ്ണി പോയിട്ടില്ല. വേളാങ്കണ്ണിയിൽ അടുത്ത മാസം പോവും. അപ്പോൾ ഞാൻ KSRTC ബസ്സിലായിരിക്കും ചിലപ്പോൾ പോകണം. അപ്പോൾ അതിൻ്റെ ക്യാബിൻ റൈഡ് വീഡിയോ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഫൈനലി റീച്ച്ഡ് ദ ചർച്ച്.
ഇതാണ്ട നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി. അവിടെ പോയതാണ് ഞാൻ പ്രാർത്ഥിക്കണം. അവിടെ അത്ഭുത തിരു സ്വരൂപമുണ്ട്. ഞാൻ ചർച്ച് കാണിച്ചു തരാം. വേളാങ്കണ്ണി മാതാവ്. എല്ലാ കാര്യങ്ങളും നോക്കിയേക്കണേ മാതാവേ. മെഴുകുതിരി നമുക്ക് 2 ചേച്ചിമാരുണ്ടാവുമായിരുന്നു. ഇപ്പം ആ ചേച്ചിമാരെ കാണാനില്ല. മെഴുകുതിരി മേടിച്ചില്ല. ക്രിസ്മസ് ട്രീ ആണ് ഇത്. ക്രിസ്മസ് ട്രീ ഒക്കെ രാത്രി വന്നം കാണണമെന്നുണ്ടെങ്കിൽ. വണ്ടിക്ക് മഡ് ഫ്ലാപ്പില്ല ബാക്കിൽ. അവിടെ ചെളി തെറിച്ച് നമുക്ക് ഒരെണ്ണം അത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ സൈഡ് ഫുള്ള് തുരുമ്പിച്ചു പോകും. ഇല്ല ഇവിടെ ഇല്ല. ഞാൻ ഇതൊരു ഗാർഡ് മേടിച്ചില്ലേ ഇങ്ങനെ ഒട്ടിച്ചിട്ടാ കൈ. കാരണം എന്താണെന്നറിയോ, ഈ സൈഡിലിട്ടാണ് കൊണ്ടുവന്നിട്ട് എല്ലാവരും ചാമ്പണത്. അപ്പോൾ ചാമ്പാൻ നേരത്ത് പിന്നെ അതിലിട്ട് ചാമ്പട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലുക്കുണ്ട്. എല്ലാവരും ഒട്ടിക്കണത് ഈ ഒരു സൈഡിലാണ്. അവിടെ ഒട്ടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇതൊരു സേഫ്റ്റി കാർഡല്ലേ. വേണ്ട ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു വാങ്ങി. വേറൊരു കൊമ്പിരിക്കണ പോലെ. യെസ്, ഞാൻ മാതാവിൻ്റെ അടുത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കട്ടെടാ. മെഴുകുതിരി അവിടെ കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു മെഴുകുതിരിയും കൂടി വേണം. ചേച്ചി മെഴുകുതിരിയാണോ? 20 ഒരെണ്ണമാണ്. 20 അല്ലേ? 20 അല്ലേ? ഓക്കെ, സെറ്റായിരുന്നു കേട്ടോ. അതാവേ ഈ വർഷമെങ്കിലും മിന്നിച്ചേക്കണേ ഗൈസ്. അപ്പുറത്ത് ബീച്ചാണ് കേട്ടോ. ഞാനതും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.
സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ തലടിച്ച് വീഴും. ഓഫ്, ശാന്തമായി കിടക്കുന്ന ബീച്ചാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവരെന്നെ നോക്കി ചിരിക്കണേടാ. കൊള്ളാം. ഇതാണ്ട ഗൈസ് ചർച്ച്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ഈ പള്ളിയിൽ നിന്നാണ്ടാ ഞാൻ വെഞ്ചരിച്ചത്. ഞങ്ങളുടെ ഇടവക പള്ളുരുത്തിയിലാണ്, സെൻറ്റ് തോമസ് മൂർ ചർച്ച്. വേളാങ്കണ്ണി മാതാവിനോടുള്ള അഗാധമായ പ്രണയം കൊണ്ട് ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് വെഞ്ചരിച്ചത് നമ്മുടെ വണ്ടി. യെസ്, അപ്പോൾ മച്ചാൻ വരെ അടുത്ത വീഡിയോയിൽ കാണാടാ. ബൈ ബൈ. എല്ലാവരും ഒരു ഡ്രൈവിംഗ് വീഡിയോ ചെയ്യും ബ്രോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അതൊക്കെ ചെയ്ത് നൈസായിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനേട്ടാ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.